പാഠം 458. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ? കുറച്ചു നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഗാന്ധിജിയുടെ മുന്നിൽ ഇങ്ങനെ എത്ര നേരം നിന്നാലും എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് പ്രത്യേകിച്ചും. സത്യം പറഞ്ഞ ആ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. കഴിഞ്ഞ 4-5 കൊല്ലമായി എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ നിൽക്കുന്നതല്ലേ മോഹനേട്ടൻ? സ്വാതന്ത്ര്യദിനത്തിനും ഗാന്ധി ജയന്തിക്കും പ്രാർത്ഥന ഇരട്ടിയാവും. സത്യം പറഞ്ഞാൽ ഈ പരിപാടി മോഹനേട്ടന് മടുത്തിട്ടില്ലെങ്കിലും മോഹനേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് എനിക്ക് മടുത്തു. നിന്നെ പോലുള്ള വിഡ്ഢികൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അറിയാത്തവരാണ് നിന്നെ പോലുള്ളവർ. പറയുമ്പോ ഗാന്ധിജിയോട് ഭയങ്കര സ്നേഹമാണ് മോഹനേട്ടന്. പക്ഷേ ഈ പടം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷം 6-7 ഇതിന്റെ അവസ്ഥ ദയനീയമാണ് മോഹനേട്ട. പക്ഷേ പുതിയതൊരെണ്ണം വാങ്ങി വെക്കാൻ പറഞ്ഞാൽ മോഹനേട്ടൻ കേൾക്കുവോ? ഞാനത് ആലോചിച്ചതാ. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് പുതിയൊരു പടം വാങ്ങി വെക്കണമെന്നും ആലോചിച്ചു. എന്നിട്ട് മറന്നുപോയി. മനുഷ്യന് ഒരാവശ്യമില്ലാത്ത നിസാര കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ വില്ലേജ് ഓഫീസർക്ക് ഭയങ്കര മിടുക്കാണ്. പക്ഷേ ഇത് മറന്നുപോയി. മറന്നതൊന്നുമല്ല, പിശുക്ക് കാരണം വാങ്ങാത്തതാണെന്ന് എനിക്കറിയാമല്ലോ. കാശ് മുടക്കുന്ന കാര്യം പറയുമ്പോ വില്ലേജ് ഓഫീസർ ഗാന്ധിജിയെയും മറക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഒരു ഉറച്ച ഗാന്ധിയനാണ്. ഗാന്ധിയന്മാരായ ആളുകളെയും ഗാന്ധിജിയെ തന്നെയും അധിക്ഷേപിക്കുക എന്നുള്ളത് ഇക്കാലത്ത് ചിലർക്കൊരു ഫാഷനാണ്. കഴിഞ്ഞ ദിവസം അരുന്ധതി റോയ് ഗാന്ധിജിയെ പറ്റി പറഞ്ഞൊക്കെ നീ വായിച്ചതല്ലേ? അവർ വലിയ സാഹിത്യകാരിയായിരിക്കും, പക്ഷേ ഭയങ്കര അഹങ്കാരിയാ. അതെന്തായാലും കൊള്ളാം. മോഹനേട്ടന് ഗാന്ധിജിയെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അരുന്ധതി റോയ്ക്ക് ഗാന്ധിജിയെ വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിമർശിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവായി അംഗീകരിച്ച ഒരു രാജ്യത്ത് ഗാന്ധി നിന്ദ ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് മുഷ്കാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് മോഹനേട്ടൻ ഇത് പറയരുത്. സ്വാതന്ത്ര്യമെന്നാൽ വോട്ട് ചെയ്യാനും നമ്മുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ചിന്തകളിൽ സ്വാതന്ത്ര്യം, അങ്ങനെ പലതും ഉണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും അരുന്ധതി റോയ് പറഞ്ഞത് ശരിയല്ല. അരുന്ധതി റോയ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നതല്ല മോഹനേട്ട പ്രശ്നം. ആ അഭിപ്രായം പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കുമ്പോൾ തന്നെ ആ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് മഹാനായ വോൾട്ടയർ പറഞ്ഞിട്ടുണ്ട്. അരുന്ധതി റോയ് പറഞ്ഞത് തെറ്റായിരിക്കും, പക്ഷെ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മോഹനേട്ടനുണ്ട്. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ കുറെ ദിവ്യന്മാര്. ഗാന്ധി നിന്ദ കുറ്റമാണ്, അപ്പൊ ചിലപ്പോ കേസെടുക്കും. ഇന്ന് ഗാന്ധിജിക്കെതിരെ അഭിപ്രായം പറഞ്ഞതിന് കേസ്, നാളേത് പ്രധാനമന്ത്രിയെ പരിഹസിച്ചതിനാവും, പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ വർത്താനം പറഞ്ഞാൽ അകത്ത്. മോഹനേട്ടാ, ഇത് വലിയ അപകടമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കൈവിട്ടു പോകുന്നത് കാണാതെ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഒരു രാജ്യത്തെ പൗരന് ആദ്യം വേണ്ടത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ? ഈ നാട്ടിൽ ആർക്കും ആരെയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ അഭിപ്രായത്തിൽ നീ ഒരു ഭയങ്കര അഹങ്കാരിയും അനുസരണയില്ലാത്തവളുമാണ്. അത് ഞാൻ പറയാറില്ലല്ലോ. എങ്ങനെ പറയാറില്ലേ? മോഹനേട്ടൻ അത് മാത്രമേ പറയാറുള്ളൂ. സത്യത്തിൽ ഞാനൊരു പാവം ഭാര്യയാണ്. എന്നിട്ടും മോഹനേട്ടൻ എന്നെ അഹങ്കാരി അഹങ്കാരി എന്ന് വിളിക്കുമ്പോ ഞാൻ കേസ് കൊടുക്കാത്ത എന്താണ്? മോഹനേട്ടന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട്. ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം വേണം,
എന്നൊക്കെ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ തങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നവരാണ് കൂടുതലും. സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാനുള്ളതല്ല. സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് മോഹനേട്ടാ. മറ്റൊരാൾ അയാളുടെ സ്വാതന്ത്ര്യത്തെ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുമ്പോൾ അത് ദുരുപയോഗമാണ് നമ്മൾ എങ്ങനെ പറയും? ഉദാഹരണത്തിന്, ഒരാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾ മൂക്കറ്റ മദ്യപിക്കുന്നു. അയാൾ അയാളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ്. മദ്യപാന ശീലമില്ലാത്ത മോഹനേട്ടന് അത് ദുരുപയോഗമായിട്ട് തോന്നും, ഇല്ലേ? നമ്മൾ ഒരാൾക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുകയും അയാളുടെ സ്വാതന്ത്ര്യം അയാൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാതന്ത്ര്യമേ അല്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും തോന്നുന്ന പോലെ ജീവിക്കാലോ. തോന്നുന്നൊക്കെ ചെയ്യാം. തോന്നുന്നെല്ലാം ചെയ്യാൻ പറ്റില്ല മോഹനേട്ടാ. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കാത്തത് എന്തും ചെയ്യാം. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ തർക്കമെല്ലാം മാറ്റിവെച്ച് നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് പോകാൻ റെഡിയാവാം. ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? ഇന്ന് സിനിമയ്ക്ക് പോകാന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്നും മോഹനേട്ടൻ ഇന്നലെ പറഞ്ഞതല്ലേ? ഇപ്പൊ എന്താ മാറ്റി പറയണേ? മാറ്റി പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇത് മോശമാണ് മോഹനേട്ടാ. നമ്മൾ തമ്മിൽ എന്നും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതല്ലേ? അതിന് എന്തെങ്കിലും വാശി കാണിക്കാൻ പാടുണ്ടോ? വാശി കാണിച്ചതല്ല, ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതാണ്. സിനിമയ്ക്ക് പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉപയോഗിക്കാമല്ലോ. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു. ഹലോ, അതെ, കൊണ്ട് കൊടുക്ക നിനക്ക്. സത്യാലോ വക്കീല്. ഹലോ, അതെ. എന്താ സത്യപാല? അതെയോ? ഞാന് അത് ഇന്നലെ ഓഫീസിൽ അലമാര വെച്ചിട്ടാ പോകുന്നത്. താക്കോൽ എൻ്റെ കയ്യില്ല. അത്യാവശ്യമാണോ? ഓ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ താക്കോലുമായിട്ട് വരാം 1 മണിക്കൂറിനുള്ളിൽ. പിന്നെ സത്യപാല, ഇന്നെന്താ വേറെ പരിപാടി? ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇല്ല, മോഹനേട്ടൻ വരുന്നില്ല. ഓഫീസിൽ വന്ന് ഫയൽ എടുത്തിട്ട് നമുക്ക് നൂൺ ഷോയ്ക്ക് പോവാം. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. വെറുതെ വീട്ടിലിരുന്ന് മുഷിഞ്ഞു. ശരിയപ്പോ. എന്താ നിന്റെ ഉദ്ദേശം? മോഹനേട്ടൻ എന്റെ കൂടെ സിനിമയ്ക്ക് വരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ എനിക്ക് സത്യപാലിന്റെ കൂടെ സിനിമയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു. നമസ്കാരം സാർ. സ്വാതന്ത്ര്യദിനായിട്ട് അടിച്ച് പൊളിക്കായിരിക്കും അല്ലേ? എന്താ സാറേ സ്വാതന്ത്ര്യദിനം അടിച്ചു പൊളിക്കുക? അതെങ്ങനെ? അല്ല, ഇന്നെന്തായാലും ആഫീസില്ലല്ലോ. അതുകൊണ്ട് രാവിലെ മുതൽ ശാപ്പാടൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ദിവസം ആഫീസില്ലെന്ന് കരുതി അന്ന് രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണോ മനുഷ്യർ ചെയ്യാനുള്ളത്? എന്താ ഇപ്പൊ പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു ഞാൻ. അപ്പൊ പിന്നെ ഇവിടെ വെറുതെ ഒന്ന് കയറി വിശേഷം ചോദിക്കാന്ന് കരുതി. ദാമോദര സാറിന്റെ ഭാര്യയ്ക്ക് സാറേ സ്കൂളിലാണല്ലോ ജോലി. 3 ദിവസം അടുപ്പിച്ച് അവർക്ക് അവധി കിട്ടിയോണ്ട് ഭാര്യ മക്കളെയും കുട്ടി നാട്ടിലോട്ട് പോയി. ഇങ്ങനെ വല്ലപ്പോഴും ഭാര്യ മക്കളും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ ദാമോദര സാറിന് ശരിക്കും സ്വാതന്ത്ര്യ ദിനം. അങ്ങനെയുള്ള ദിവസം സാറ് രാവിലെ തന്നെ കൂട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി സ്മോളടി, പാട്ട്, ഡാൻസ് എല്ലാം കൂടെ ഒരു ബഹളമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം വെള്ളമടിച്ച് ആഘോഷിക്കുന്നു. നല്ല സ്വഭാവം, വളരെ നല്ല സ്വഭാവം. അതെ, സാറ് വെള്ളമടിക്കാത്ത ആളായതുകൊണ്ടാണ് അതിന്റെ രസം മനസ്സിലാവാത്തത്. ഈ ദാമോദര സാർ മാത്രമല്ല സാറേ, നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ മിക്കവരും ഇങ്ങനെയാ. ഭാര്യ വീട്ടിലില്ലെങ്കിൽ അവരതങ്ങ് അറിഞ്ഞ് ആഘോഷിക്കും. പിന്നെ സാറിന്റെ കാര്യത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഒന്നാമത് വക്കീൽ എപ്പോഴും ഇവിടെ കാണും. ഇനി വക്കീൽ ഇവിടെ ഇല്ലെങ്കിലോ അത്തരത്തിലുള്ള നേരം പോക്കരുന്ന് സാറിന് വലിയ താല്പര്യമില്ലല്ലോ. ഇത്രക്കാരെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? മനുഷ്യർക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് മദ്യപിച്ച് നശിക്കുന്നവരെ പറ്റി. സാറേ, എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലേ സാർ ഇപ്പൊ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സാറേ.
അതുകൊണ്ടാണല്ലോ സാറേ നമ്മുടെ നാട്ടിൽ സർക്കാർ തന്നെ മദ്യം വിൽക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ ഈ നാട്ടിലെ മുഖ്യമന്ത്രി ആയാൽ മദ്യം വിൽക്കുന്നതും കുടിക്കുന്നതും ഒക്കെ അങ്ങ് നിരോധിച്ചു കളയും. സത്യത്തിൽ ആളുകൾ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് നശിക്കുകയാണ്. അത് ഞാൻ ഭാമയോട് പറഞ്ഞപ്പോ അവൾ എന്നോട് പറയുക സ്വാതന്ത്ര്യം ദുരുപയോഗിക്കപ്പെടാൻ കൂടിയുള്ളതാണെന്ന്. അല്ല, ഇക്കാര്യത്തിൽ വക്കീൽ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ സാറേ, ഈ മദ്യം നിരോധിക്കുന്ന കാര്യം വലിയ പാടാണ് സാറേ. സർക്കാർ മദ്യം നിരോധിച്ചു കഴിഞ്ഞാലും ആളുകൾ സ്വന്തമായിട്ട് ഒളിച്ചിരുന്ന് ചാരാൻ പറ്റും. സർക്കാരിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം പോകുന്നത് മിച്ചം. സത്യം പറഞ്ഞ ആ വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ എങ്ങനെയാണ് സാറിനെ പോലുള്ളവർക്ക് ശമ്പളം തരുന്നത്? കള്ള് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എനിക്ക് ശമ്പളം വേണ്ടെങ്കിലോ? പിന്നെ എവിടെ ഇരിക്കുന്നു സാറേ സർക്കാരിന് കാശ്? റവന്യൂ വകുപ്പിൽ കരം തീർക്കുന്ന വകയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് വില്ലേജ് ഓഫീസിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും തികയൂല. പിന്നെ കള്ള് വിൽക്കലല്ലേ സർക്കാരിന് ബാക്കിയുള്ളൂ. പിന്നെ സാറേ, നാട്ടിലുള്ള ബാറുകളൊക്കെ പൂട്ടി കിടക്കുന്നുണ്ടേ. ബ്രാൻഡി കടയിൽ മുടിഞ്ഞ ക്യൂ ആണ്. ഇപ്പൊ പോയി ക്യൂ നിന്നാലേ 10 മണി ആവുമ്പോഴേക്കും ദാമോദര സാറിന് കുടിക്കാനുള്ള ബ്രാൻഡിയുമായി എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് കുടിയന്മാരെല്ലാം രാവിലെ തന്നെ സ്വാതന്ത്ര്യം ആഘോഷിച്ച് തുടങ്ങി കാണും. പിന്നെ സാറേ, ഞാനെന്നാ ചെല്ലട്ടെ. നാടിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് മൂക്കറ്റം മദ്യപിച്ചിട്ട്. വെറുതെ നാട് നന്നാകുന്നത്. ഇതിനാണോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഭാമേ, നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ സിനിമയ്ക്ക് പോകുന്നു. സിനിമയ്ക്കോ? മലയാളത്തിലല്ലേ മോഹനോട് ഞാൻ പറഞ്ഞത് ഞാൻ സത്യപാലനോട് സിനിമയ്ക്ക് പോവാന്ന്. അതെവിടെ? നീ എന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം സിനിമയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതെനിക്ക് മോഹനേട്ടന് സമ്മതം ആവശ്യമില്ലല്ലോ. എനിക്ക് സത്യപാലനും കൂടി സത്യപാലന്റെ ബൈക്കിൽ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സർക്കാർ ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു തിയേറ്ററിൽ കയറി സെൻസർ ബോർഡ് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സിനിമ കഴിഞ്ഞ് സത്യപാലന്റെ കൂടെ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ എന്റെ ഭാര്യ സിനിമ കാണാൻ പോകേണ്ടത് എന്റെ കൂടെയാണ്. അതിന് ഞാൻ തയ്യാറായിരുന്നല്ലോ. പക്ഷേ മോഹനേട്ടന് സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യത്തെക്കാളും സിനിമ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇഷ്ടം. അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യപാലനെങ്കിൽ സത്യപാലൻ, സിനിമ കാണാൻ ഒരു കമ്പനി കിട്ടിയാ പോരെ. നീ അങ്ങനെ തോന്നുന്ന പോലെ ചെയ്താ ഞാനും എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. മോഹനേട്ടൻ എന്ത് ചെയ്യും? ഞാൻ വേറെ ആളുകളുടെ സിനിമയ്ക്ക് പോകും. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളോടോ സിനിമയ്ക്ക് പോകും. ആശയം നല്ലതാ. പക്ഷെ ആരെ കിട്ടും? മോഹനേട്ടനെ അറിയാവുന്ന ആരും കൂടെ വരില്ല. ഒരു കാട്ടുപോത്തിന്റെ കൂടെ സിനിമ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. നടക്കട്ടെ. ഞാൻ കള്ളുടിക്കും. മോഹനേട്ടനോ? കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഇതുവരെ കള്ളു കുടിക്കായിരുന്നത് നിനക്ക് വിഷമുണ്ടാകല്ലോ എന്ന് കരുതില്ല. ഇന്ന് നീ സത്യപാലനോട് സിനിമയ്ക്ക് പോയാ ഞാൻ ഉറപ്പായിട്ട് കള്ളു കുടിക്കും. ശരി, എനിക്ക് പിന്നെ നടക്കട്ടെ. ഭാമേ, ഞാൻ വെറുതെ പറയുന്നതാണെന്ന് നീ കരുതുന്നുണ്ടാവും. പക്ഷെ വാശി ജയിക്കാൻ വേണ്ടി കെ മോഹനേഷൻ എന്തും ചെയ്തു നിനക്കറിയാലോ. ഞാൻ കുടിക്കുന്ന കുടിക്കും. നോക്കിയോളി. ആഹാ, ഹലോ ഉത്തമ, ഇത് ഞാനാ. എന്ത് സാറേ? എനിക്ക് ഒരു ബ്രാൻഡി വേണം. എന്ത്? എനിക്ക് ഒരു ബ്രാൻഡി വേണമെന്ന്. ഉത്തമ, ബ്രാൻഡി എന്ന് കേട്ടിട്ടില്ലേ? ബ്രാൻഡി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിന് ബ്രാൻഡിയുടെ ആവശ്യം തോന്നുന്നു. എന്താ, എനിക്ക് ബ്രാൻഡി കഴിച്ചൂടെ? പ്രായപൂർത്തിയായ ഒരാൾക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ദാമോദർ സാറിന് കുപ്പി വാങ്ങാൻ പോകുമ്പോ എനിക്കും കൂടി ഒരു ബ്രാൻഡി വാങ്ങിച്ചോ. ഇന്ന് മുതൽ എന്റെ സ്വാതന്ത്ര്യങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ പോവാ. അല്ല സാറേ, എനിക്കിപ്പോഴും കാര്യത്തിന്റെ കിടപ്പങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. ഇതിലെന്താ പിടികിട്ടത്? എനിക്ക് ഒരു കുപ്പി ബ്രാൻഡി വേണം. ഉത്തമനെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. ബ്രാൻഡി വാങ്ങാനൊക്കെ പറ്റും.
എങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യുക, അത്ര തന്നെ. ഹലോ ഹലോ ഹലോ, ഇതെന്താണ് സംഭവം? ഇനിയിപ്പോ സാറിന് ഭ്രാന്തായി കാണൂ. കേട്ടല്ലോ, ഉത്തമൻ ഇപ്പൊ തന്നെ ബ്രാൻഡിയുമായി വരും. ഞാനത് മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർക്കുകയും ചെയ്യും. നീ തിരിച്ചു വരുമ്പോ ഞാൻ 4 കാലിൽ നിൽക്കായിരിക്കും. 4 കാലിൽ നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ആശുപത്രി കൊണ്ടുപോകാൻ എന്നോട് പറയരുതേ. നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ വിചാരിച്ച കള്ളു കുടിക്കാനൊന്നും പറ്റില്ല എന്ന്. ഈ കള്ളു കുടിക്കാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സത്യം പറഞ്ഞ കള്ളു കുടിക്കാനല്ല, കള്ളു കുടിക്കാതിരിക്കാനാണ് പാട്. ഇത്രയും കാലം ഞാൻ കള്ളു കുടിക്കാതിരുന്നത് നിനക്കൊരു ചീത്തപ്പേരുണ്ടാകരുതല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ നിനക്കതൊന്നും ഒരു വിലയില്ല. നീ നോക്കിയോ, നീ ഇനി നാട്ടിൽ അറിയപ്പെടാൻ പോകുന്നത് ഒരു കള്ളുകുടിയന്റെ ഭാര്യ എന്നായിരിക്കും. അപ്പ നീ മര്യാദ പഠിക്കും ഭാമേ. ഞാനൊരു സിനിമയ്ക്ക് പോകുന്നതിന്റെ പേരിലാണോ ഇപ്പൊ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്? എന്നെയും കൊണ്ട് ഇന്ന് സിനിമയ്ക്ക് പോവാന്ന് ഇന്നലെ വാക്ക് പറഞ്ഞത് മോഹനേട്ടനാണ്. ഇന്നൊരു നിസാര കാര്യത്തിന്റെ പേരില് മോഹനേട്ടൻ വാക്കുമാറി. അപ്പോ എനിക്ക് എന്റെ വഴി നോക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്തായാലും ഇന്ന് സിനിമ കണ്ടേ പറ്റൂ. പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഇതിന്റെ പ്രയാസം നീ അനുഭവിക്കും, നോക്കിയോ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ എന്തു പ്രയാസമുണ്ടായാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. തീർന്നല്ലോ പ്രശ്നം. അപ്പൊ ശരി, ഉച്ച കഴിഞ്ഞ് കാണാം. നീ വരട്ടെ, എനിക്കറിയാം എന്താ വേണ്ടത്. അത് ശരി, കളിച്ച് അത്രയ്ക്കായോ? സാറേ, മോഹൻ സാറേ. നമസ്കാരം സാർ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? വക്കീൽ ഇവിടെ ഇല്ലേ? അവള് സിനിമ കാണാൻ പോയി. ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ഒരു കേസില്ലാത്ത കിഴങ്ങൻ വക്കീലില്ലേ, സത്യപാലൻ, അവന്റെ കൂടെ. സത്യപാല വക്കീലിന്റെ കൂടെ ഇവിടത്തെ വക്കീൽ സിനിമ കാണാൻ പോയെന്നാ? ഞാൻ വിശ്വസിക്കൂല. വിശ്വസിക്കാത്ത എന്താ കാര്യം? അവള് പറയുക ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, നമ്മുടെ നാട്ടുകാർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് അവൾ സത്യപാലനോട് സിനിമയ്ക്ക് പോവുകയാണ് എന്ന്. അല്ല, അതിപ്പോ അങ്ങനെ പോകുന്നോണ്ട് വലിയ തെറ്റൊന്നുമില്ല സാറേ. നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. മിക്കവാറും പെൺപിള്ളേരെക്കാളും നല്ല കൂട്ടുകാരായി ആൺകുട്ടികളുണ്ട്, ആണുങ്ങൾക്ക് തിരിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ ഉത്തമൻ അങ്ങനെയാണ് പറയുന്നത്? ഉത്തമൻ അങ്ങനെ എത്ര കൂട്ടുകാരുണ്ട്? നമ്മളതൊക്കെ അങ്ങനെ ആര് കൂട്ടുകൂടാൻ നിൽക്കുന്നത്? അതൊക്കെ ഭയങ്കര പഠിപ്പും വിവരം ഉള്ളവർക്കൊക്കെ ഇല്ലേ ഉള്ളൂ. പഠിപ്പും വിവരവും എന്ന് പറയുന്നത് തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് ഉത്തമനോട് ആരാണ് പറഞ്ഞത്? ഉത്തമന്റെ ഭാര്യ ഇങ്ങനെ വേറൊരാളോട് സിനിമയ്ക്ക് പോയിരുന്നുവെങ്കിൽ ഉത്തമൻ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ അതാണ് കാര്യല്ലേ. വക്കീല് സത്യപാല വക്കീലോടൊപ്പം സിനിമയ്ക്ക് പോയതിന്റെ സങ്കടം തീർക്കാനാ സാർ എന്നോട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത്. ഉള്ളത് പറയാലോ സാറേ, ദേഷ്യം സങ്കടമൊക്കെ മാറാൻ ഇതുപോലൊരു ഒറ്റമൂലി ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇത് സാറ് കുടിച്ച് ശീലമില്ലാത്തതിന്റെ ഒരു പ്രശ്നം കാണും. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടാ. ബ്രാൻഡി സാറല്ലേ പറഞ്ഞു ഒരു ബ്രാൻഡി വാങ്ങിച്ചോണ്ട് വരാൻ. അത് കേട്ട കുപ്പി വാങ്ങി പോന്നു. ഒരു ഗാന്ധിയുടെ എന്റെ വീട്ടിൽ മദ്യം കൊണ്ടുവരാൻ എങ്ങനെ ധൈര്യം വന്നു? അല്ല സാറേ, സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാമയെ കേൾപ്പിക്കാനായി ഞാൻ എന്തോ പറഞ്ഞു എന്ന് കരുതി ഉടനെ ബ്രാൻഡിയും വാങ്ങി എന്റെ വീട്ടിലേക്ക് വന്നേക്കാം. അഹങ്കാരി, എന്നെ പറ്റി എന്താ കരുതത്? അല്ല സാർ, എനിക്ക് ദേഷ്യമോ സങ്കടമോ വന്നാൽ തീർക്കാൻ ഇത്തരം ഒരു സാധനത്തിന്റെ സഹായം വേണ്ട. ഈ വൃത്തിയുടെ സാധനം എത്ര സ്ഥലമുണ്ട്? അല്ല സാറ് പറഞ്ഞോണ്ടല്ലേ ഞാൻ വന്ന്. സാറേ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. മേലിൽ ഇമാതിരി വൃത്തിയുടെ സാധനവുമായി എന്റെ വീട്ടിൽ വന്നാൽ ഉത്തമം വിവരം അറിയും. ഒത്തിക്കൊത്തി മുറത്ത് കയറി കൊത്താൻ നോക്കുന്നു. അല്ല സാറ് സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്. ഞാൻ കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞാ വാങ്ങിച്ചോണ്ടോ? അല്ല, പക്ഷെ വക്കീല് സത്യപാല വക്കീലിന്റെ കൂടെ സിനിമയ്ക്ക് പോയ സ്ഥിതിക്ക് സാർ ഇതിന്ന് 2 എണ്ണം അടിക്കുന്നത് നല്ലതാണ്. വക്കീല് തിരിച്ചു വരുമ്പോ സാർ ഇവിടെ ഫിറ്റായി നിന്ന് കഴിഞ്ഞാൽ വക്കീലിന് കാര്യം മനസ്സിലാവുകയും ചെയ്യും. മേല് വക്കീൽ ഇത്തരം പണി സാറിന്റെ അടുത്ത് കാണിക്കുകയില്ല. എന്റെ ഭാര്യയെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് ഉത്തമൻ എന്നെ പഠിപ്പിക്കണ്ട. അതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. വക്കീലല്ലേ ഇത്? ഈ വക്കീലല്ലേ സിനിമയ്ക്ക് പോയെന്ന് സാറ് പറഞ്ഞത്?
കൊള്ളാല്ല. വക്കീലെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടുന്ന പരിപാടിയെ ഞാൻ നിർത്തി. വക്കീല് സത്യപാലൻ വക്കീലിന്റെ കൂടെ സിനിമയ്ക്ക് പോയി. ആ നിൽക്കുന്ന മോഹനയുടെ സാറാണ് എന്നെ വിളിച്ച് ബ്രാൻഡി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത്. സാധനം വാങ്ങിച്ചോണ്ട് വന്നപ്പോ ചെകുത്താ കുരിശ് കണ്ടതുപോലെ എന്റെ മെക്കിട്ട് കയറുന്നു. ഇതെന്ത് കഷ്ടമാണെന്ന് ആലോചിക്കേ. ഉത്തമനാള് കൊള്ളാലോ. ഒരാളൊരു നേരം പോക്കിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉടനെ കള്ളം വാങ്ങി പോരുവാണോ? ജീവിതത്തിൽ ഇന്ന് വരെ മദ്യം കൈകൊണ്ട് തൊടാത്ത എന്റെ മോഹനയുടെ ചീത്തയാണ് പരിപാടി. അത് ശരി, നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒറ്റക്കെട്ടായല്ലേ? അല്ലെങ്കിൽ തന്നെ അതങ്ങനെ വരൂ. നിങ്ങൾ രണ്ടുപേരെ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്താ അത് ചെയ്യുന്നവന്റെ കാര്യം കട്ടപ്പോകയാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അനുഭവമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അത് കണ്ട് പഠിക്കണമായിരുന്നു. പഠിച്ചില്ല. അപ്പൊ എനിക്കിത് വേണം വേണം വേണം. മേലാൽ വായുഗുളിക വേണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടൂല. അല്ല സാറേ, മേലിൽ ഇനി എന്റെ ഫോണിൽ വിളിക്കരുത്. എന്റെ ഭാഗത്ത് നിന്ന് സാറിന് ഒരു സഹായം ഇന്ന് മുതൽ ഉണ്ടാവൂല. പിന്നെ സാറിനെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണമെന്ന് വന്നാലും അതും പറഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് വരികയില്ല. സാറ് സ്ഥലം മാറി പോകാതെ അല്ലാതെ ആ വില്ലേജ് 7 അയലത്ത് പോലും ഞാൻ വരൂല. അതെ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആളെ പറ്റിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ വിളിച്ച് പറ്റിച്ചിട്ട്. ഇനി വിളി, ഞാൻ ഉടനെ വരാം. ഉത്തമ ഒരു ദേഷ്യത്തിനാണല്ലോ. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? ഉത്തമന്റെ ദേഷ്യമൊക്കെ നാളെ കൊണ്ട് മാറിക്കോളൂ. നീ എന്താ സിനിമയ്ക്ക് പോയിരുന്നു? സിനിമയ്ക്കോ? ഏത് സിനിമയ്ക്ക്? നീ സത്യപാലനോട് സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞില്ലേ പോയത്? മനുഷ്യന് ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിട്ടാണോ? മോഹനന്റെ ഉത്തമനെ പരിചയല്ലേ? ഞാൻ മോഹനന്റെ പരിചയല്ലേ? നീ കാണിച്ച കുറച്ച് കടന്ന കയ്യപ്പോ മാമേ, ഇങ്ങനെയാണ് ആളെ പറ്റിക്കുന്നത്. ആളെ പറ്റിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയും പറ്റിക്കാം. എന്താ? ഇതായിരുന്നല്ലോ എല്ലാ പ്രശ്നങ്ങളെ തുടക്കം. ഈ പടം കുറച്ച് പഴയതായി പോയി, പുതിയതൊന്ന് വാങ്ങുന്ന കാര്യത്തിൽ മോഹനേട്ടനെ പിശുക്കാണ് എന്ന് ഞാൻ പറഞ്ഞു പോയതിന്റെ പേരിലായിരുന്നല്ലോ ഇന്ന് തർക്കം തുടങ്ങിയത്. പുതിയ പടം വാങ്ങി ഞാൻ തന്നെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. സത്യപാലൻ അലമാര തുറന്ന് ഫയലെടുത്ത് കൊടുത്തിട്ട് നേരെ പോയി ഇതങ്ങ് വാങ്ങി. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ സത്യപാലൻ സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ പറയാനാ? പറയാനുള്ളത് ഫോണിൽ പറഞ്ഞ് സത്യപാലൻ ഫോൺ കട്ട് ചെയ്തതിനു ശേഷമല്ലേ ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞത്. അപ്പുറത്ത് കേൾക്കാൻ ആളില്ലായിരുന്നു. മോഹനേട്ടാ, നമുക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും തോന്നുന്ന പോലെ ഉപയോഗിക്കാനുള്ളതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സത്യപാലന്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും ഞാൻ പോകാത്തതും, കള്ളു കുടിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും മോഹനേട്ടൻ കള്ളു കുടിക്കാത്തതും. ശരിയല്ലേ? എങ്കിൽ പിന്നെ ഞാൻ വേഷം മാറിട്ട് കഴിക്കാനെടുക്കാം. വിലാപസിക്ക് വിശ തുടങ്ങി കാണൂലോ. വിശന്നു തുടങ്ങി. പക്ഷെ നീ വേഷം മാറണ്ട. നമുക്ക് സിനിമയ്ക്ക് പോണ്ടേ? പോകുന്ന വഴിക്ക് കഴിക്കാം. ഇഷ്ടമുള്ള സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ. ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാഷ്ട്രം ഇന്ന് 68ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറം ചിന്തയിലും ആശയങ്ങളിലും സ്വാതന്ത്ര്യമുള്ള ഒരു ശ്രേഷ്ഠ സമൂഹമായി വളരാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് ഒരു ശരിയായ സ്വതന്ത്ര രാഷ്ട്രമെന്ന സ്വപ്നം ഫലമണിയും. എല്ലാ ഭാരതീയർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.